വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം. നമസ്കാരം, ഞാൻ ആൻഡപ്പൻ. ഈ വീടിന്റെ ഗൃഹനാഥൻ. ആൻഡപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ. ഈ വീട്ടിലുള്ള എന്റെ കുരുത്തം കെട്ട മക്കൾ എവിടെ പോയി എന്തിടനേറുണ്ടാക്കിയാൽ അവരുടെ പേരിന്റെ കൂടെ അപ്പൻ എന്നുകൂടെ അങ്ങ് ചേർത്ത്, അതായത് ആൻഡപ്പൻ എന്റെ പേര്. അതോടെ ഞാനും ഇടനേറിലാവും. ഇതാണ് ആൻഡപ്പന്റെ ഭാര്യ റോസിക്കുട്ടി. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും മൂത്ത മകൻ കാർത്തികൻ മാത്തുക്കുട്ടിയുടെ 1000 അഭിവാദനങ്ങൾ. അതൊരു കഥയാണ് അമ്മച്ചി. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന എന്റെ കഥാപ്രസംഗം കേൾക്കാൻ ഇന്നലെ ഒറ്റ പോലും വന്നില്ല. അയ്യോ, അതെന്താ? ഞാനാണ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നതെന്ന് ആ കമ്മറ്റിക്കാരി പരസ്യം ചെയ്തില്ലാതെ. അവര് പരസ്യം ചെയ്തില്ലെങ്കിൽ നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അതായിരിക്കും ആരും വരാത്തത്. കണ്ടല്ലോ, ഇതാണ് ആൻഡപ്പന്റെ മൂത്ത മകൻ കാർത്തികൻ മാത്തുക്കുട്ടി. ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം. എന്റെ കൺമുമ്പിൽ കണ്ടുകൊടുത്ത് അവന്റെ ഒരു ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ്. എന്താ ചെയ്തു? ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സലാണെന്ന് പറഞ്ഞ് മണ്ണെണ്ണ വായിലെടുത്തിട്ട് തീ ഊതി ഞാൻ അലക്കിയിട്ട് അതിന്റെ ആകെക്കൂടെയുള്ള 2 മുണ്ടുകൾ കത്തിച്ചു കളഞ്ഞു. അറിയാമോ അതിന്? ഇതിന്റെ അടിപ്പാവടയാ. ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം, സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി. ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ്. എത്ര കലകളെ പലരും എടുത്തിട്ട് എല്ലാത്തിനും കുറ്റം പറയണ എന്റെ പൊന്നാരളിയും വന്നല്ലോ. അപ്പനായാലും ഭർത്താവായാലും ഒരു താളും ബോധമൊക്കെ വേണ്ടേ? എന്റെ വഴിക്കാതെ ഒന്നും കടന്നു പോകുന്നില്ല. റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി. ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 3, 4
നിർത്തടാ, ഇതെന്നെ കോബ്ര ഒക്കെയാണ് ഈ കാണുന്നത്. നീ ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പൻ. കോബ്ര. എടാ, ഈ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കോബ്രയെ കാട്ടി നടക്കാതെ വല്ല പണിക്ക് പോടാ. അച്ഛാ, നാളെ എന്റെ കഥാപ്രസംഗ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ. അപ്പൊ ഇവരാരാ? ഓർക്കസ്ട്രയുടെ ചെലവ് കുറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന മിമിക്രിക്കാരാ. എടാ മാത്തുക്കുട്ടി, നിന്റെ കഥ ഇതുവരെ അമ്മച്ച കേട്ടില്ലല്ലോടാ. നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കറക്റ്റ് മ്യൂസിക്. അതാ, കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടുന്നു. സുപ്രഭാതം പൊട്ടിവിടുന്ന സൗണ്ട് 1970 സത്യതേനെ, എടാ പൊന്നുമോനെ, നീ കഥ പറ. സത്യതേനെ, ഇനി കഥയുടെ സുപ്രധാനമായ രംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ച് വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായകർക്ക് കഴിയുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ? നായകന്റെ മനസ്സും വീട്ടിൽ വന്ന് മതിയില്ലേ. അങ്ങനെ അവൻ ചിന്തിക്കുക, നായികയെ കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? നായികയെ കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? അങ്ങനെ പ്രതിസന്ധിയായ നായകൻ ദുഃഖഭാരത്താൽ പുഴയിലേക്ക് എടുത്ത് ഒറ്റച്ചാട്ടം. സത്യത്തിൽ വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊക്കിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. നായികയെ നോക്കി പറഞ്ഞു, "ഇറങ്ങി പോടാ." ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം എന്നതാ മക്കളെ കാര്യം? എന്റെ പൊന്നമ്മ, റിയാലിറ്റി ഷോയിലെ എല്ലാ ഇനത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിലെത്തി. ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ്. ഫൈനലിലെത്തിയിട്ട് എന്നാ കാര്യം? ജയിക്കണമെങ്കിൽ SMS കിട്ടണമല്ലോ. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ആ വഴിയൊന്ന് പറഞ്ഞു തന്നാട്ടെ. അടിച്ചോടിക്കുക അപ്പച്ചന്റെ കയ്യിൽ സാരോ. എന്തിനാടാ അപ്പന്റെ കയ്യിൽ കാലും തല്ലി ഒടിച്ചത്? അപ്പനെ തല്ലി കയ്യും കാലും ഒടിച്ചാലേ റിയാലിറ്റി ഷോയിൽ കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി TV കാണിക്കുമല്ലോ. അതെന്തിനാ? അപ്പൊ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് SMS ചെയ്യുമല്ലോ. അപ്പോ അപ്പൊ SMS കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ